വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ്സിലെ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ലെസനാണ്. നമുക്ക് ഈ ലെസൺ ഒന്ന് പഠിക്കാം കേട്ടോ. ദ കിസ്സിംഗ് ഹാൻഡ്. In this story, a little raccoon named Chester is hesitant about going to school. ഈ കഥയിൽ എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ എന്ന് പറയായൊരു ചെറിയ റക്കൂൺ ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. നൗ ലെറ്റ് us see what happens to him. നമുക്ക് നോക്കാം എന്താണ് അവന് സംഭവിക്കുന്നതെന്ന്. അതിനു മുമ്പേ നമുക്കറിയേണ്ടത് എന്താണ് റക്കൂൺ എന്നാണ്. എന്താണ് റക്കൂൺ? റക്കൂൺ നോർത്ത് അമേരിക്കയിലൊക്കെ കാണുന്ന ഒരുതരം ആനിമലാണ്. നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഒരുതരം ആനിമലാണ്. അത് രാത്രികാല സഞ്ചാരിയാണ്. നൊക്ടേണൽ എന്ന് പറയും. ബട്ട് ഇറ്റ്സ് എ നൊക്ടേണൽ ആനിമൽ. എൻ്റെ മുഖത്തിന് കറുപ്പ് നിറമുണ്ട്, ഗ്രേഷ് ബ്രൗൺ കളറാണ് ബോഡിക്ക്. അതിൻ്റെ വാലിന് സ്ട്രൈപ്ഡാണ്. വാലിൽ റിബൺ ചുറ്റുമുള്ള സ്ട്രൈപ്ഡ് മാർക്കിങ്സ് കാണാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റക്കൂൺ എന്ത് ചെയ്തു? ഹീ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. അവൻ ആ ഫോറസ്റ്റിൻ്റെ അതിരിൽ പോയി നിന്നു, ആ എഡ്ജിന് പോയി നിന്നു. എന്നിട്ടോ കരയാൻ തുടങ്ങി. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ചെസ്റ്റർ റക്കൂൺ വനത്തിൻ്റെ അതിർത്തിയിൽ പോയി നിന്നു. എന്നിട്ടോ ആൻഡ് ക്രൈഡ്. എന്താ കരഞ്ഞത്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹീ ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂളിൽ പോകണ്ടായേ അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയോട് കൂടി വീട്ടിൽ കഴിയണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്കെൻ്റെ കൂട്ടുകാരുമായി കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്കെൻ്റെ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്കെൻ്റെ ബുക്കുകളൊക്കെ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്കെൻ്റെ ഊഞ്ഞാലാടണം. പ്ലീസ് മേ സ്റ്റേ ഹോം വിത്ത് യു. മേ ദയവായി ഞാൻ കൂടെ താമസിച്ചോട്ടെ, കൂടെ കഴിഞ്ഞോട്ടെ. മിസ്റ്റർ റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ്. മിസ്റ്റർ റക്കൂൺ ചെസ്റ്ററിനെ എൻ്റെ കയ്യിൽ പിടിച്ചു. ആൻഡ് നസൽഡ് ഹിസ് ഇയർ. എന്നിട്ട് അവൻ്റെ ചെവിയിൽ മൂക്ക് കൊണ്ട് നുരസി അവനെ ലാളിച്ചു. അപ്പോൾ എന്താണ് ഈ നസലിങ് എന്ന് പറയുന്നത്? മൂക്ക് കൊച്ചുകുട്ടികളുടെ മുഖത്തോ ചെവിയിലോ ഒക്കെ ഉരസി അവരെ ലാളിക്കുന്നതിനാണ് നസലിങ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു. ചില സമയത്തൊക്കെ വി ഓൾ ഹാവ് ടു ഡു തിങ്സ്, നമുക്ക് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് വി ഡോണ്ട് വോണ്ട് ടു ഡു, നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും. ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരുമെന്നാണ്. ഷീ ടോൾഡ് ഹിം ജെൻലി. മിസ് റക്കൂൺ, അതായത് അവൻ്റെ അമ്മ അവനോട് ജെൻറ്റിലായിട്ട് പറഞ്ഞു. ജെൻലി മീൻസ് വളരെ സോഫ്റ്റായിട്ട്. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ആ കാര്യങ്ങളെ ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച്, അവ എത്രമാത്രം അൺയൂഷ്വലായിരിക്കാം, ഓർ സ്കെയറി അല്ലെങ്കിൽ ഹൊറിബിളായിരിക്കാം അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ അത് വളരെ ഹൊറിബിളായിരിക്കാം, ചിലപ്പോൾ അൺയൂഷ്വലും ആയിരിക്കാം. എന്നിരുന്നാലും നമുക്കത് ചെയ്യേണ്ടി വരും. അതാ പറഞ്ഞത്. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ യു വിൽ ലവ് സ്കൂൾ, നീ സ്കൂളിനെ സ്നേഹിക്കും. വൺസ് യു സ്റ്റാർട്ട്, നിങ്ങൾ ഒരിക്കലും തുടങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കും, സ്കൂളിനെ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നിനക്ക് പുതിയ കൂട്ടുകാരുണ്ടാവും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പുതിയ കളിപ്പാട്ടങ്ങളും കിട്ടും, അതൊക്കെ കളിക്കാം. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. നിനക്ക് പുതിയ ബുക്കുകളൊക്കെ വായിക്കാൻ കഴിയും. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ ഊഞ്ഞാലാടാനും കഴിയും. ബിസൈഡ്സ് ഷീ ആഡഡ്, ഐ നോ wonderful secret that will make your nights at school seem as warm and cozy as your days at home. Besides, അത് കൂടാതെ അവൾ പറഞ്ഞു, അതായത് അവൻ്റെ അമ്മ പറഞ്ഞു, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്കൊരു വലിയ രഹസ്യമറിയാം, ഒരു അതിശയകരമായ രഹസ്യം.
ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് ആൻഡ് അറ്റ് സ്കൂൾ, അത് സ്കൂളിലെ നിൻ്റെ രാത്രി കാലങ്ങളെ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, വീട്ടിലെ പകൽ സമയത്തെ പോലെ ഊഷ്മളവും അതുപോലെ തന്നെ കംഫർട്ടബിളും ആക്കി മാറ്റും. അതായത് സ്കൂളിലെ രാത്രികാലങ്ങൾ വീട്ടിലെ പകൽ പോലെ നല്ല സുഖപ്രദമായും ആയിട്ട് തീരും എന്നാണ് പറയുന്നത്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് വിത്ത് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ അത് കേട്ടപ്പം അവൻ്റെ കണ്ണീരൊക്കെ തുടച്ചു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, ഒരു താല്പര്യം തോന്നി. പകൽ വീട്ടിലുള്ള പോലെ നല്ല സുഖസൗകര്യങ്ങളോടെ ആയിരിക്കും രാത്രി സ്കൂളിൽ എന്നോർത്തവൻ സന്തോഷിച്ച് കാണും അല്ലേ. അവൻ എൻ്റെ കണ്ണീരിതൂടെ ചെയ്യും. വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, എന്നിട്ട് വളരെ താല്പര്യമുള്ളതുപോലെ നോക്കി. എ സീക്രട്ട്, രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഏത് തരത്തിലുള്ള രഹസ്യം? എ വെരി ഓൾഡ് സീക്രട്ട് സെറ്റ് മിസ്റ്റർ കൂൺ. മിസ്റ്റർ കൂൺ പറഞ്ഞു, ഒരു പഴയ രഹസ്യമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഐ ലേൺഡ് ഫ്രം മൈ മദർ, ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് അത് പഠിച്ചത്. ആൻഡ് ഷീ ലേൺഡ് ഫ്രം ഹെർ മദർ, എൻ്റെ അമ്മയോ അത് അവരുടെ അമ്മയിൽ നിന്ന് പഠിച്ചു. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിൻ്റെ പേര് കിസ്സിങ് ഹാൻഡ് എന്നാണ് കേട്ടോ. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു, കിസ്സിങ് ഹാൻഡോ? വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ഐ വിൽ ഷോ യു, ഞാൻ നിന്നെ കാണിച്ചു തരാം. മിസ്റ്റർ കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്. മിസ്റ്റർ കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ അടുത്ത് കൈപിടിച്ചു. ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്, അതിൻ്റെ കുഞ്ഞ് വിരലുകളെ അങ്ങോട്ട് വിടർത്തി. ഇൻടു എ ഫാൻ, ഒരു വിശറി പോലെ വിടർത്തി. ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അല്പം മുന്നോട്ടേക്ക് ഒഴിഞ്ഞ് അവർ ചെസ്റ്ററിൻ്റെ കൈപ്പത്തിയുടെ മധ്യത്തിൽ ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ് ടു ഹിസ് ആം. ചെസ്റ്റർക്ക് തോന്നി തൻ്റെ അമ്മയുടെ ചുംബനം റഷ് ഫ്രം ഹിസ് ഹാൻഡ്, കയ്യിൽ നിന്ന് മുകളിലേക്ക് പോന്നു. അപ് ടു ഹിസ് ആം, കൈയുടെ മോൾഭാഗത്തേക്ക്. ആൻഡ് ഹിസ് ഹാർട്ട്, പിന്നീട് അത് അവൻ്റെ ഹൃദയത്തിലേക്കും. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിഞ്ചിൽഡ് വിത്ത് എ സ്പെഷ്യൽ വാം. അവൻ്റെ മുഖത്തെ ആ സിൽക്കി ബ്ലാക്ക് മാസ്ക് ഉണ്ടല്ലോ, അതായത് രോമം കൊണ്ടുള്ള അവൻ്റെ പൊതിച്ചില്ലേ, അതോ ആ രോമങ്ങൾ പോലും ടിഞ്ചിൽഡ് വിത്ത് എ സ്പെഷ്യൽ വാം, അത് നിക്കിളി പൂണ്ടു, ഒരു പ്രത്യേക ഊഷ്മളതയോടെ ഇക്കിളി പൂണ്ടു. മിസ് റക്കൂൺ സ്മൈൽഡ്. മിസ് റക്കൂൺ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. ഇപ്പോൾ ഷീ ടോൾഡ് ചെസ്റ്റർ. ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നീ ഒറ്റപ്പെടുന്നെന്ന് തോന്നുന്നത്, ഐ നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് അല്പം സ്നേഹം വേണമെന്ന് തോന്നുമ്പോഴേ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്, കൈകൾ നിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്തുക, നിൻ്റെ കവിളിലേക്ക് അമർത്തുക. ആൻഡ് തിങ്ക്, എന്നിട്ട് ആലോചിക്കുക, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു. മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്നാലോചിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജമ്പ് ഇൻ ടു യുവർ ഫേസ്. ആ കിസ്സുണ്ടല്ലോ തന്നിരിക്കുന്നത്, അത് പെട്ടെന്ന് നിൻ്റെ മുഖത്തേക്ക് ചാടിക്കയറും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, അത് നിന്നെ നല്ല ടോസ്റ്റി വാം തോട്ട്സ്, നല്ല ഊഷ്മളമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, അവൾ ചെസ്റ്ററിൻ്റെ കൈ പിടിച്ചു. വളരെ കെയർഫുള്ളി ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് റൗണ്ട് ദ കിസ്. ആ കൈവിരലുകൾ ആ കൊടുത്ത ചുംബനത്തെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ അങ്ങ് ചുരുട്ടി പിടിച്ചു കൊടുത്തു. നമുക്ക് കുറച്ച് വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. എഡ്ജ്, EDG, എഡ്ജ് മീൻസ് ബോർഡർ, അതിർത്തി. ബ്രിം എന്നൊക്കെയാണ് അർത്ഥം. എന്തൊക്കെയാണ് എഡ്ജിൻ്റെ അർത്ഥം? ബോർഡർ, ബ്രിം, അതിർത്തി എന്നാണ് പറയുക, മനസ്സിലായില്ലേ? നസിൽഡ്, നസിൽഡ് എന്ന് പറഞ്ഞാൽ റബ്ബ് അഗൻസ്റ്റ് ജെൻലി വിത്ത് നോസ്, റബ്ബ് അഗൻസ്റ്റ് ജെൻലി വിത്ത് നോസ്. ഹെസിറ്റൻറ്റ്, അൺസർട്ടൺ, ഹാഫ് ഹാർട്ടഡ്ലി. സ്പ്രെഡ്, ബ്രോഡനിങ്, വിടർത്തുക എന്നർത്ഥം. റാപ്ഡ് മീൻസ് ബൈൻഡ്, റാപ്ഡ് മീൻസ് ബൈൻഡ്. ലോൺലി മീൻസ് ഏകാന്തത, ഒറ്റപ്പെടൽ എന്നൊക്കെയാണ് കേട്ടോ. പഠിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഈ പാഠം 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ പാർട്ടൂടെ കേൾക്കണേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.